ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫേസ് പെട്ടെന്നൊന്ന് ഗ്ലോ ആവണം, നല്ല തിളങ്ങി നിൽക്കണം. അപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഇനി എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മുടെ ഫേസിലൊന്ന് നല്ലോണം ഗ്ലോ ആക്കി വെക്കാൻ ഒരു അടിപൊളി ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇനി പാർലറിലൊന്നും പോകേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലും അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഹേ ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മെയിനായിട്ട് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും, അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്തായിക്കോട്ടെ നല്ലൊരു അടിപൊളി ലുക്കൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. പിന്നെ 100% നാച്ചുറലാണ്, ഹോം റെമഡിയാണ്. സോ അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ 2 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പൊ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന തൈരാണ്. നിങ്ങൾക്ക് തൈര് എടുക്കാം, പാലെടുക്കാം, ഇത് രണ്ടിൽ ഏതൊന്നും എടുക്കാം. ഒന്നും കൂടെ നമ്മുടെ സൺടാനൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. അപ്പൊ തൈര് വെച്ച് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഒരു എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തൈരോ പാലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തൈലും പാലും യൂസ് ചെയ്യാൻ നിൽക്കില്ല. അതിന് പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്തെങ്കിലും കടലമാവ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങനോ അതൊന്നും, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ നോർമൽ ക്ലെൻസർ ഒക്കെ ഇല്ല, അത് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നമ്മുടെ ഫേഷ്യലിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ ഫേസിലുള്ള എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയി പോകാനും, നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാനും, പോർസ് ഒക്കെ നല്ലോണം പോർസിൻ്റെ ഉള്ളിലിരിക്കുന്ന അഴുക്കുകളൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തൈര് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് മൂക്കിൻ്റെ 2 സൈഡിലാണ് അത്യാവശ്യം നല്ലോണം ഓപ്പൺ പോർസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഞാൻ നല്ലോണം ചെയ്ത് എടുക്കുന്നത്. പിന്നെ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തിട്ട് പാക്ക് ഇടാൻ നിൽക്കല്ല. നിങ്ങൾ എന്തായാലും വെള്ളം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ഫേസ് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ഇടാവൂ. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് പോകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് പാക്കാണ്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മൾ നേരത്തെ എടുത്ത തൈരാണ്. ഇനിയിപ്പോൾ തൈരില്ലെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു തൈരാണ് ഒന്നും കൂടെ എനിക്ക് ബെസ്റ്റാണ്. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ആ ഒരു പാത്രം തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കടലമാവാണേ. അപ്പം കുറച്ച് കടലമാവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവില്ലെങ്കിൽ തലേന്ന് കുറച്ച് കടല എടുത്ത് വെള്ളത്തിൽ വെച്ച് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ അരച്ച് അത് വേണമെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളിപ്പം കുറച്ച് നമ്മൾ മാവേലി സ്റ്റോർ, ത്രിവേണി അങ്ങനത്തെ ഓരോ ഷോപ്പിലൊക്കെ പോയി കടലയൊക്കെ വാങ്ങത്തില്ല. അപ്പോൾ കുറച്ച് കടല ഈ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് വാങ്ങിച്ച് അത് കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കടലമാവ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, അതെടുത്താലും മതി. അപ്പം ഞാൻ കുറച്ച് കടലമാവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ പാക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടുത്ത ആഡ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട് പൗഡർ. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ കാണിച്ചു തരാം. എടുത്തേക്കുന്ന അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച ബീട്രൂട്ട് പൗഡറാണ്. ഞാൻ മിക്കവാറും അങ്ങാടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആൽഫ്യൂട്ട്നസിൻ്റെ ബീട്രൂട്ട് പൗഡർ ഉണ്ട്, അപ്പം അങ്ങനത്തെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം നല്ലോണം യൂസ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് ആൽഫ്യൂട്ട്നസിൻ്റെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾക്ക് ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ബീട്രൂട്ട് അരച്ച് അതിൻ്റെ പേസ്റ്റ് എടുത്ത് അങ്ങനെ വേണമല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം പൊടിയായിട്ട് കാണിച്ചത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ജസ്റ്റ് കുറച്ച് തൈര് വെള്ളം വാങ്ങിച്ച്, തൈര് നമുക്ക് ജസ്റ്റ് 2-3 ദിവസം ഒന്ന് വെളിയിൽ വെച്ചാലും പെട്ടെന്ന് പഞ്ഞലായി പോകത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് തൈര് വെള്ളം വാങ്ങിച്ചിട്ട് ഈ ബീട്രൂട്ട് പൗഡറും കടലമാവും വാങ്ങിച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചേക്കാൻ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു അങ്ങാടിക്കടയിൽ നിന്നാണ്. ഇതിന് ഏകദേശം 50 രൂപയാണ് വരുന്നത്. ഇതിൽ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് വാങ്ങിക്കാം. അപ്പം ഇത് വാങ്ങിച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, എൻ്റെ കയ്യിലുള്ളത് തീർന്നും. അപ്പം നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഉള്ളിലായിട്ടൊരു പ്ലാസ്റ്റിക് കവറിലാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഭയങ്കര ഓവറായിട്ട് വേണ്ട. ഞാൻ കുറച്ച് ഇതാണ്ടേ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി ഒന്ന് തട്ടി കയറ്റിയേക്കട്ടെ. ഓക്കെ,
നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു പാക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് വീക്ക്ലി 1 or 2 times ഒക്കെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ അടിപൊളിയാണ്. ഈ എടുത്തേക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ഫേസിന് അടിപൊളിയായിട്ട് നമ്മുടെ സൺടാനൊക്കെ പോകാനും പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഫേസിൽ മാത്രമല്ല കയ്യിലും അപ്ലൈ ചെയ്യാം, നെക്കിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് ചെയ്ത ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഒരു ഓയിലി ടൈപ്പ് സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ. റോസ് വാട്ടറും കുറച്ച് ബീട്രൂട്ട് പൗഡറും കുറച്ച് കടലമാവോടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾ കേടും പാലും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഫേസിലേക്ക് ഭയങ്കര ഒരു ഓയിൽനെസ് വരാനും പിമ്പിൾസ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അപ്പോൾ നിങ്ങൾ ഓയിലി ആണെങ്കിൽ ഒരു നോർമൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ഒരു എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കേട് തന്നെ എടുത്താൽ മതി. അതാണ് നല്ലൊരു അടിപൊളി ഐറ്റം വന്നിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് ഐബ്രോസിൽ പറ്റിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ മഞ്ഞളും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യുന്നത് ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിതിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി എടുക്കുന്ന സമയത്ത് ഏത് മഞ്ഞപ്പൊടി എടുക്കുന്നതെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫുഡിലൊക്കെ ഇടാൻ വാങ്ങുന്ന മഞ്ഞപ്പൊടിയിൽ അത് ഇതിൻ്റെ കൂടെ എടുക്കുകയേ ചെയ്യില്ല. അതൊരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യില്ല. കാരണം അതിനകത്ത് എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയാണ് അത് റെഡിയാക്കിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തൊന്നും അറിയത്തില്ലല്ലോ. സോ അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളെടുത്ത് അരച്ച് അരകല്ലിൽ വെച്ച് അരച്ച് അങ്ങനെ എടുക്കാം. അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും പറ്റത്തില്ല, അതൊന്നും പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞപ്പൊടി വാങ്ങാൻ കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിലായാൽ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള മഞ്ഞപ്പൊടി കിട്ടും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബീട്രൂട്ടിൻ്റെ മഞ്ഞപ്പൊടിയുടെ പൗഡർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയ ഒരു മീൻസ് ബ്രാൻഡാണ് നമ്മുടെ ആൽഫ്നെസ്സിൻ്റെ. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളും അല്ല. നിങ്ങൾക്കിതല്ല വേറെ ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു 20 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ ഒരു ഗ്ലോ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത് പിറ്റേ ദിവസം നമ്മളൊന്ന് ഉറങ്ങിയൊക്കെ എണ്ണീച്ച് രാവിലെ ആകുമ്പോഴേക്കാണ്. പിന്നെ ഈ ഒരു ഫേഷ്യൽ എന്നല്ല, എന്ത് ഫേഷ്യൽ ആയിക്കോട്ടെ എന്ത് പാക്ക് ആയിക്കോട്ടെ ഒരിക്കലും നിങ്ങൾ ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. അപ്ലൈ ചെയ്യുന്നത് മാക്സിമം നൈറ്റ് ആയിരിക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും വെയിലത്ത് ഇറങ്ങിപ്പോലും നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ മസ്റ്റായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അൺട്രാംസിൽ വരുന്ന ഡാർക്ക്നെസ് പോക്കാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ്. എന്തായാലും ഇനി നമുക്കിത് നോർമൽ വാട്ടർ വാഷ് ചെയ്തിട്ട് കാണാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഫേഷ്യലാണ്. ഫേസ് അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ പേജ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.